മുഖത്തുണ്ടാകുന്ന കരിമാംഗല്യം അഥവാ കരിവാളിപ്പ് എന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ. മെലാസ്മ എന്നാണ് ഇതിന് പറയുന്ന മറ്റൊരു പേര്. ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രെസ്, അതായത് ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലമാണ് ഇതുണ്ടാകുന്നത്. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഇതിനൊരു പ്രധാന കാരണമാണ്. ഇതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം കൊണ്ടും മുഖത്ത് കരിവാളിപ്പും കരിമാംഗല്യവും വരാവുന്നതാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമന്റിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും നമ്മളെ അറിയിക്കുക. ഇനി ഇത്തരം പ്രശ്നം തടയാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഇതിന് ആദ്യമായി വേണ്ടത് മുഖം ക്ലെൻസ് ചെയ്യുക എന്നതാണ്. മുഖം ആവി കൊള്ളിക്കുന്നതാണ് ഇതിനായി ആദ്യം വേണ്ടത്. കഞ്ഞിവെള്ളത്തിന്റെ ആവി കൂടുതൽ നല്ലതാണ്. ചോറുണ്ടാക്കുമ്പോൾ ആ വെള്ളം ആവി കൊള്ളിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുഖം ക്ലെൻസ് ചെയ്യാൻ തൈരോ പാലോ എടുക്കാവുന്നതാണ്. തൈരിനേക്കാൾ ഉത്തമം പാൽ തന്നെയാണ്. അല്പം പഞ്ഞിയിൽ പാലെടുത്ത് മുഖത്തും കഴുത്തിലുമെല്ലാം പുരട്ടാം. ഇത് മുഖത്ത് പുരട്ടി അരമണിക്കൂർ വയ്ക്കാം. അടുത്തതായി മഞ്ഞൾപ്പൊടി. ഫേസ് പാക്കിനായി കുറച്ച് കഞ്ഞിവെള്ളം, കറ്റാർ വാഴ ജെൽ, അരിപ്പൊടി എന്നിവ എടുക്കാം. പുളിപ്പിച്ച കഞ്ഞിവെള്ളമെങ്കിൽ ഏറെ ഉത്തമം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഇതിൽ ചേർക്കാവുന്നതാണ്. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നത് ഏറെ ഗുണം തരും. പ്രത്യേകിച്ചും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളെങ്കിൽ ഇവയെല്ലാം കൂടി ചേർത്ത് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അടുത്തതായി കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ചർമ്മത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. കഞ്ഞിവെള്ളം പുളിപ്പിക്കുമ്പോൾ ഗുണകരമായ ബാക്ടീരിയകൾ ഉണ്ടാകും. ഇത് ചർമ്മത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാനും ചർമ്മത്തിലെ ചുളിവുകളും വരകളും മാറാനും ഇതേറെ നല്ലതാണ്. കഞ്ഞിവെള്ളം നല്ല ക്ലെൻസർ ഗുണം കൂടി നൽകും. ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ ഉപയോഗപ്രദമാണ് കഞ്ഞിവെള്ളം. അടുത്തതായി കറ്റാർ വാഴ. ഇതിൽ ചേർക്കുന്ന കറ്റാർ വാഴയും മഞ്ഞൾപ്പൊടിയുമെല്ലാം ചർമ്മത്തിന് ഏറെ ഗുണകരമാണ്. അരിപ്പൊടിയും ചർമ്മത്തിന് ഉപയോഗിക്കാവുന്ന നല്ലൊരു ചേരുവയാണ്. ഇതെല്ലാം പ്രകൃതിദത്ത ഗുണങ്ങൾ നൽകുന്നവ കൂടിയാണ്. ഈ ഫേസ് പാക്ക് പുരട്ടിയ ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകാം. പിന്നീട് ഐസ് ക്യൂബ് മുഖത്ത് വെച്ച് മസാജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഐസ് വെള്ളം കൊണ്ട് മുഖം കഴുകാവുന്നതാണ്. പിന്നീട് മുഖം തുടച്ച അല്പം റോസ് വാട്ടർ മുഖത്ത് പുരട്ടാം. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.